നമുക്കിപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ബെന്നി ടി വായ്. ബെന്നി ടി വായ് നമുക്കിപ്പം ചേരുന്നത് വെള്ളമുണ്ടയിലാണോ? ബെന്നി ടി വായ്, നമസ്കാരം. നമസ്കാരം. ഞാൻ തൊണ്ടനാട് പഞ്ചായത്താണ്, വെള്ളമുണ്ടയ്ക്ക് അടുത്താണ്. ഓക്കെ, ബെന്നി പോയിരുന്നോ അങ്ങോട്ട്? ഈ പോയില്ല. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2018 പ്രളയത്തിൽ എന്റെ വീട് പോയതാണ്. ഈ ഗവൺമെന്റ് എനിക്ക് തന്ന സ്ഥലത്ത് ഞാൻ തന്നെ വീട് പണിത് താമസം തുടങ്ങിയതാണ്. ഓ, അത് ശരി. ഞാനിപ്പോ അതെവിടെയാ സ്ഥലം? അപ്പോ തൊണ്ടനാട് മാനന്തവാടിക്കടുത്ത്. ഇപ്പൊ അവിടെയാണോ ഒരു വീടുള്ളത്? ആ വീടുണ്ട്, അവിടെ താമസമില്ല. അപ്പൊ അത് സാറിന്റെ ഇത് ഞാൻ ഇപ്പൊ ടി വിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഞാനത് അവർക്ക് താമസത്തിന് 1 വർഷത്തേക്ക് ഞാൻ താമസത്തിന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാം. ഓ, താങ്ക് യു ബെന്നി, വലിയ സന്തോഷമുള്ള കാരണം വെച്ചാൽ 9 മാസം ഞാൻ ക്യാമ്പിൽ കിടന്നവനാ 2018. 9 മാസം. അത് മാത്രമല്ല 2 പ്രാവശ്യം ഞാൻ നിരാഹാര സത്യാഗ്രഹം കിടത്തിട്ടാണ് എനിക്ക് ആ വീട് പാസ്സാക്കിയത്. വയനാട്ടിൽ 60 വീട് പാസ്സാക്കിയതാണ് ഞാൻ. 5 ദിവസവും പിന്നെ അവര് 2 പ്രാവശ്യം. കാരണം വസ്ത്രം പോലും ഇല്ലാഞ്ഞിട്ട് ഞാൻ തൊണ്ടനാട് സ്കൂള് അവിടെ ഞാൻ ക്യാമ്പിൽ കിടന്നിട്ടുണ്ട്, നിരാഹാരം കിടന്നിട്ടുണ്ട്. കാരണം അന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിന് കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അത് വയനാട്ടിലുള്ള നമ്മുടെ അന്നത്തെ കളക്ടർക്ക് അറിയാം, അന്നത്തെ സബ് കളക്ടർക്ക് അറിയാം. ADM ഷാഹിദ് സാർ ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ പിണറായി സാറാണ് എനിക്ക് 4 ലക്ഷം രൂപ തന്ന വീട് ഞാനും എന്റെ വൈഫും എന്റെ മക്കളുമാണ് വീട് പണിതത്. സ്വന്തമായിട്ട് പണിത്. എനിക്ക് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പണിതു. ഇപ്പൊ ഞാൻ അവർക്ക് അത് ഫ്രീ ആയിട്ട് 1 വർഷത്തേക്ക് വിട്ടുകൊടുക്കാം. വലിയ മനസ്സാണ് ബെന്നി, അത് വല്ലാത്ത അനുഭവമാണ്. ഞാൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഇപ്പൊ താമസിക്കാൻ അവിടെ അത് അടച്ചുപൂട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കും. തീർച്ചയായിട്ടും ബെന്നി, അത് സന്തോഷമുള്ളൊരു കാര്യം. ഞങ്ങൾ ആ മേൽവിലാസം എഴുതിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും. അത് മാത്രമല്ല അരുൺ സാർ, ഒരു കാര്യമുണ്ട്. അവിടെ മക്കൾ ഇപ്പൊ നേരത്തെ ദിലീപ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമ്മുടെ തൊണ്ടനാട് അവിടെ തന്നെ സ്കൂള്, +2 സ്കൂളുണ്ട്, മറ്റേ LP സ്കൂളുണ്ട്, മുറ്റത്തിനടുത്ത് തന്നെ. ഓ, ശരി. എല്ലാ സൗകര്യവും. ഇത് എവിടെയാ സ്ഥലം? ഇത് കൃത്യം സ്ഥലം? ഇത് തൊണ്ടനാട്, മറ്റേ നമ്മള് മാനന്തവാടിയിൽ നിന്ന് കുറ്റിയാടിക്ക് പോകുന്ന റൂട്ട്. ഓക്കെ. ഞങ്ങൾ എന്തായാലും ആ മേൽവിലാസം എഴുതിയെടുത്തിട്ട് ദിലീപിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷേ ദിലീപ് മേപ്പാടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒത്തിരി ആൾക്കാരില്ലേ, 10,000 വീടിന്റെ ആവശ്യമുണ്ടല്ലോ. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. വലിയ ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൽ ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. 3 മക്കളെയും കൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. 3 ബെഡ്റൂമും 1 സിറ്റ് ഔട്ടും 1 ഡൈനിങ് ഹാളും 2 ബാത്റൂമും ഉണ്ട്, അടുക്കളയും ഉണ്ട്. ഒന്ന് പുറത്താണ് ബാത്റൂമും, 1 അകത്ത്. ഓ, സന്തോഷം ബെന്നി. അത് വിവരം ഞങ്ങൾ എനിക്ക് ക്യാഷായിട്ട് എനിക്ക് അവർക്കൊന്നും കൊടുക്കാനില്ല. വേണ്ട, ഇത് തന്നെ വലിയ കാര്യമാണ്. ഇത് ക്യാഷിനൊക്കെ വലുതാണല്ലോ ഈ മനസ്സ് ബെന്നി. കാശൊക്കെ എന്ന് പറയുന്നത് ഇന്ന് വരെ നാളെ പോവും, അത്രേ ഉള്ളൂ. വീട്ടിൽ എല്ലാ സമയത്തും നിങ്ങളുടെ എല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, ഞാൻ അനുഭവിച്ചതല്ലേ. എനിക്കറിയാം ബെന്നി, എനിക്ക് ആ അനുഭവം നമ്മൾ ആ ക്യാമ്പിൽ പോയപ്പോൾ എനിക്കത് വ്യക്തമായി. ഒരു ചേട്ടൻ തന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്താ പറഞ്ഞതറിയോ ബെന്നി? 29 വർഷം സൗദി പണിയെടുത്തതാണ് ഞാൻ. എന്നിട്ട് അത് ആ സ്വത്ത് മുഴുവൻ സ്വരുക്കൂട്ടി മക്കളുടെ പഠിപ്പിനും വീടിനും വേണ്ടി ചിലവാക്കി. മക്കളുടെ പഠിപ്പ് നന്നായി, അവർ രക്ഷപ്പെട്ടു. പക്ഷേ ആ വീട് പൂർണ്ണമായിട്ടും ഇല്ലാതെ പോയി. സാറേ, എങ്ങനെ ഞാൻ സഹിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ 29 വർഷമാണ് സാറേ ഒരൊറ്റ ഉള്ളിൽ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞ്. അത് നമുക്ക് മനസ്സിലാവും. നൗഫലിന്റെ ഇന്നലെ കണ്ടു 11 പേര് എല്ലാം പോയിട്ട് വന്നിരിക്കുന്നതൊക്കെ ഞാൻ കണ്ട് എനിക്ക് സങ്കടമായിപ്പോയി. അതെ. താങ്ക് യു ബെന്നി, സന്തോഷം. ഞങ്ങളേതായാലും ബെന്നിയുടെ ഈ 3 ബെഡ്റൂമുള്ള ഈ വീടിന്റെ കാര്യം സർക്കാരിനെ അറിയിക്കും. തീർച്ചയായിട്ടും താങ്കളെയും ഞങ്ങൾ ആ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തും. താങ്ക് യു. ശ്രീ ബെന്നിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സമാനമായ സാഹചര്യത്തിൽ ഉരുളുപൊട്ടി എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, സർക്കാർ 9 മാസം ക്യാമ്പിൽ കഴിഞ്ഞ മനുഷ്യനാണ്. ആ ക്യാമ്പിൻ്റെ ദുഃഖവും വിഷമവും പരിമിതിയും എന്താണെന്ന് ആ മനുഷ്യനും കുടുംബത്തിനും അറിയാം. അവർ സ്വന്തമായിട്ട് ഇറങ്ങി അങ്ങ് വീടുണ്ടാക്കി. ആ വീടാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ അതേ നിലയിൽ തന്നെ വന്നുപെട്ടിരിക്കുന്ന മനുഷ്യർക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകുന്നത്. മനുഷ്യരെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നമ്മുടെ നാട്. ഇത് അപാരമായ കരുത്തുള്ളൊരു നാടായിട്ടോ നമ്മുടേത്. നമുക്ക് അഹങ്കരിച്ചില്ലെങ്കിലും അഭിമാനിക്കാൻ ഏറെയുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച്.